ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ വിയപുരം ജോർജ് കുട്ടി. ഈ ദിവസങ്ങളിലായി വിശ്വാസ സ്നാനം, ശിശുസ്നാനം എന്ന വിഷയത്തെ പുരസ്കരിച്ചുകൊണ്ട് ചെറിയ ചെറിയ സന്ദേശങ്ങൾ ഞാൻ ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം മാമോദീസായാൽ പാപമോചനം നടക്കുമോ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് അടിസ്ഥാനമായി നാം ഉപയോഗിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. കാരണം വേദപുസ്തകത്തോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് തിരുവചന സത്യങ്ങൾ നാം മനസ്സിലാക്കുന്നത് വേദപുസ്തകത്തിൽ നിന്നാണ്. 4 കാര്യങ്ങൾ ഒരുപോലെ ഒത്തുവരുന്ന വിഷയങ്ങളാണ് ക്രിസ്തീയ സഭ അടിസ്ഥാന ഉപദേശങ്ങളായി അംഗീകരിക്കുന്നത്. 1, യേശു ക്രിസ്തു അതിനെക്കുറിച്ച് കൽപ്പിക്കണം. 2, അപ്പോസ്തലന്മാർ അതിനെക്കുറിച്ച് പ്രസംഗിക്കണം. 3, ആദിമസഭയിൽ അത് നടപടിയായി കാണണം. 4, ലേഖനങ്ങളിൽ അതിനെക്കുറിച്ച് നമുക്ക് ഉപദേശം തരണം. ഈ 4 കാര്യം കൂടി ഒത്തുവരുന്ന വിഷയമാണ് നമ്മൾ അടിസ്ഥാന ഉപദേശമായി എടുക്കുന്നത്. ചില ക്രിസ്തീയ സമൂഹങ്ങൾ അവിടെ വിശ്വാസ പ്രഖ്യാപനമായി ചൊല്ലുന്നത് ഇങ്ങനെയാണ്: പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരുന്ന ലോകത്തിൻ്റെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അപ്പോൾ നോക്കിക്കോ, അവർ ചൊല്ലുന്നത് പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും വെള്ളത്തിൽ മാമോദീസ മുക്കിയാൽ പാപമോചനം നടക്കുമെങ്കിൽ എന്തിനു വേണ്ടിയാണ് ദൈവപുത്രനാകുന്ന യേശു ഈ ഭൂമിയിൽ അവതരിച്ച് ഗെരസമന തോട്ടം മുതൽ ഗോൽഗോത്ത കുന്നുവരെ പങ്കപ്പാടുകളേറ്റ് ഗോൽഗോത്ത മലമുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികൾ മേൽ തൂക്കപ്പെട്ട് അവസാനത്തെ തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ബലിയാക്കി തീർക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? ഒരു കാര്യവുമില്ലായിരുന്നു. കാരണം മാമോദീസ മുക്കിയാൽ എല്ലാവരുടെയും പാപം മോചിക്കുമെങ്കിൽ പിന്നെന്തിനാ യേശുവിൻ്റെ മരണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കട്ടെ. 1 യോഹന്നാൻ 1:9, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ഗണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. 1 യോഹന്നാൻ 1:7, അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനിൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ അവിടെ എല്ലാം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ചാണ് പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്നത്. മത്തായി 26:28 യേശു പെസഹ നടത്തിയപ്പോൾ ശിഷ്യന്മാർക്ക് വീഞ്ഞു കൊടുത്തപ്പോൾ ഇപ്രകാരം പറഞ്ഞു. മത്തായി 26:28, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യം പൗലോസ് പറയുന്നു, നിങ്ങളെ തന്നെയും തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെയും എന്ന് പറയുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യം, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യം യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്നുള്ളതാണ്. അപ്പോൾ പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമെന്ന് ഒരിക്കൽ മാത്രമെന്ന് ഏറ്റു പറയുമ്പോൾ ദൈവം കൊണ്ടുവന്ന ആ വലിയ വ്യവസ്ഥയെ അട്ടിമറിക്കുകയല്ലേ ചെയ്യുന്നത്? അത് സാത്താന്യ തന്ത്രമാണ്. നമ്മൾ ഒരിക്കലും അത് ഏറ്റു പറയരുത്. കാരണം നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത് മാമോദീസ വെള്ളത്താലല്ല, നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. അതാണ് ദൈവവചനം വ്യക്തമാക്കുന്നു. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ചില വിഷയങ്ങളിൽ ചില വാക്യങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം നമുക്കത് പറയാൻ കഴിയത്തില്ല. പെന്തക്കോസ്ത് നാളിലെ
പത്രോസിന്റെ പ്രസംഗത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് കാണുന്നു. ആ വാചക ഘടന വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നാം പാപമോചനത്തിനായി മാമോദീസ ഏൽക്കണമെന്ന് പത്രോസ് പറഞ്ഞു എന്ന് തോന്നാം. എന്നാൽ അങ്ങനല്ല. ഒരു വാക്യം അതിൽ നിന്നുകൊണ്ട് തന്നെയല്ല വ്യാഖ്യാനിക്കേണ്ടത്. ഞാനൊരു ഉദാഹരണത്താൽ തെളിയിക്കാം. പത്രോസ് അപ്പോസ്തലൻ ഭാര്യമാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. പത്രോസ് അപ്പോസ്തലൻ പറയുക ഭാര്യമാരോട്, നിങ്ങളുടെ അലങ്കാരം വസ്ത്രം ധരിക്കുന്നതല്ല എന്ന് വെച്ചാൽ സഹോദരിമാരൊക്കെ വസ്ത്രം ഉടുക്കാതെ നടക്കണമെന്നാണ് അവൻ്റെ അർത്ഥം. ഒരാളൊരു കാര്യം വിട്ടുപോയാൽ ദൈവത്തിൻ്റെ ആത്മാവ് മറ്റൊരാളെ കൊണ്ട് എഴുതിക്കും. ഉടനെ പൗലോസ് ഇപ്രകാരം എഴുതി. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-10 ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല. പത്രോസ് എഴുതി വസ്ത്രം ധരിക്കുന്നതല്ല. അങ്ങനെ ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ സൗര്യമാർ വസ്ത്രം ഉടുക്കാതെ നടക്കേണ്ടി വന്നേനെ. എന്നാൽ പൗലോസ് അതിലൂടെ കുറച്ചുകൂടെ ക്ലിയറായിട്ട് പറഞ്ഞു, യോഗ്യമായ വസ്ത്രം ധരിക്കണം, വില കൂടിയ വസ്ത്രം പാടില്ല. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു വാക്യം വായിച്ചാൽ അതിൽ നിന്ന് തന്നല്ല വേദപണ്ഡിതാക്കൾ ദൈവനം വ്യാഖ്യാനിക്കേണ്ടത്. പത്രോസിൻ്റെ ആ പ്രസംഗത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പിന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ വിശദീകരണവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തി 3-ാം അധ്യായം 19-ാം വാക്യം, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ എന്ന് കാണുന്നു. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞു മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പീൻ. അല്പം കഴിഞ്ഞപ്പോൾ താൻ കുറച്ചുകൂടെ അത് ക്ലിയർ ചെയ്തു. നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. അപ്പോൾ 2-ാം അധ്യായം 38-ാം വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ എന്നാണ് കൊടുത്തേക്കുന്നത്. പാപങ്ങളുടെ മോചനത്തിനായി അപ്പോൾ മാനസാന്തരപ്പെടുമ്പോൾ പാപമോചനം നടക്കും. അങ്ങനെ പാപമോചനം പ്രാപിച്ച ആളിനെ സ്നാനപ്പെടുത്തണമെന്നാണ് പത്രോസ് പറഞ്ഞത്. അതുകൂടാതെ അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം 16-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസിന്റെ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവനോട് അനന്യാസുമൻ ഇങ്ങനെ പറഞ്ഞു, എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് പറയുന്നു. അപ്പം ചോദിക്കാം, സ്നാനമേറ്റല്ലയോ പാപങ്ങളെ കഴുകിക്കളയുന്നത്? അല്ല. പാപമോചനത്തിന് അങ്ങനെ ഉണ്ടെങ്കിൽ പാപമോചനത്തിന് വേണ്ടി പുണ്യ നദികളിൽ പോയി കുളിച്ചാൽ പാപം മോചിക്കുമെന്ന് അവർ പറയുന്നത് ശരിയാണെന്ന് നാം സമ്മതിക്കേണ്ടി വരുമല്ലോ. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കഴിക്കുന്ന ഒരു പാവയ്ക്ക മാമോദീസ തൊട്ടി കൊണ്ടുവന്ന് മുക്കിയിട്ട് പാചകം ചെയ്താൽ അതിൻ്റെ കയ്പ് പോകുമോ? പോകത്തില്ല. അതിൻ്റെ കയ്പ് അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ വെള്ളത്താലല്ല പാപം കഴുകിക്കളയുന്നത്. അതിൻ്റെയും വ്യാഖ്യാനം എൻ്റെ താഴെയുണ്ട്. അപ്പോൾ സുഹൃത്തി 10-ാം അധ്യായം 43-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പോൾ പാപമോചനം ലഭിക്കുന്ന എങ്ങനെയാ? കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോഴാണ്, അവൻ്റെ പാപത്തെ ഏറ്റുപറയുമ്പോഴാണ്. പൗലോസ് എന്താ ചെയ്തത്? ഡെമസ്കോസിന്റെ വടിവാതിൽക്കൽ വെച്ച് സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം തന്നെ മേൽ ചുറ്റി മിന്നിയപ്പോൾ താൻ നിലത്ത് വീണു. ഉടനെ അടുത്ത് പൗലോസ് ചെയ്തത്, നീ ആരാകുന്നു കർത്താവേ? കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ ഉടനെ കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശുവാകുന്നു ഞാൻ. അപ്പോൾ അവന് ബോധ്യമായി ഇത് കർത്താവിൻ്റെ കൈയാന്ന് മനസ്സിലായി. അടുത്തവൻ കർത്താവിന് മുൻപാകെ സറണ്ടർ ചെയ്തു. കർത്താവേ, ഞാനിനി എന്തോ ചെയ്യണം? അവിടെയാണ് അവനിൽ മാനസാന്തരം ഉണ്ടായത്, അവനിൽ പാപബോധമുണ്ടായി. അത് കഴിഞ്ഞ് 3 ദിവസം വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാതെ യൂദായുടെ വീട്ടിൽ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അനന്യാസിനോട് ദൈവം പറയുന്നു, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം നോക്കിക്കോ,
അവൻ കർത്താവിൻ്റെ നാമം വിളിച്ച് അവൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. 3 ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ അവൻ ദൈവത്തോട് അവൻ്റെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അനന്യാസ് അവനെ കൈവച്ചു പ്രാർത്ഥിച്ചു. അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഒരു സാധനം താഴെ വീണു. കാഴ്ച ലഭിച്ച ഉടനെ തന്നെ അവൻ പോയി സ്നാനമേറ്റു എന്ന് വായിക്കുന്നു. അപ്പോൾ സ്നാനത്താലല്ല പാപമോചനം നടത്തുന്നത്, പിന്നെയോ പാപം മോചിക്കപ്പെട്ടവൻ കർത്താവിനോട് ചേരുവാനാണ് സ്നാനമേൽക്കേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതുവരെ അത് ചൊല്ലിയെങ്കിൽ ഇനി ആ വാചകം ചൊല്ലരുത്. അങ്ങനെ ചൊല്ലിയാൽ എൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പദ്ധതിയെ നിങ്ങൾ അട്ടിമറിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പാപമോചനത്തിന് മാമോദിസ ഒരിക്കൽ മാത്രമല്ല, പാപമോചനത്തിന് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് പര്യാപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങനെ ചൊല്ലാതെ സത്യമനുസരിച്ച് വിശ്വാസാനന്തരമുള്ള സ്നാനം സ്വീകരിപ്പാൻ ദൈവം താങ്കൾക്കും കൃപ ചെയ്യട്ടെ. തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസ സ്ഥാനത്തെക്കുറിച്ചും മാമോദിസ തെറ്റോ ശരിയോ എന്ന വിഷയത്തെക്കുറിച്ചും ഞാൻ പ്രസംഗിച്ച 9 പാട്ടുകൾ വീഡിയോ യൂട്യൂബിലുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കയറി വിയവരം ജോർജ് കുട്ടിയൻ അടിച്ചാൽ നിങ്ങൾക്ക് ആ പ്രസംഗം കിട്ടും. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.